പോക്കോ M7 Pro ഇറങ്ങിയപ്പോൾ ഇതിന്റെ വില 15,000 രൂപയായിരുന്നു. എന്നാൽ ഇന്ന്, അതായത് 5 മാസത്തിന് ശേഷം 13,000 രൂപയ്ക്കാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്, വിത്തൗട്ട് എനി ബാങ്ക് ഡിസ്കൗണ്ട്സ്. ഈ ഫോൺ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ? ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് ഏറ്റവും ബാലൻസ്ഡ് ആയ ഒരു ഓപ്ഷൻ ആണോ? എല്ലാം അറിയാം ഈ വീഡിയോയിൽ. ഫസ്റ്റ്ലി, ബോക്സ് കണ്ടൻസ്, ചാർജർ ആൻഡ് കവർ, അതായത് നല്ല ക്വാളിറ്റി കവർ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്ലി, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി. ഇവിടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വിത്ത് മാറ്റ് ഫിനിഷ് ആൻഡ് IP64 റേറ്റിംഗ് കൂടിയുണ്ട്. ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 120 ഹേർട്സിന്റെ ഫുൾ HD+ ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ തിൻ ആയിട്ടുള്ള ബെസൽസ് ആണ്. പക്ഷേ യൂട്യൂബിൽ നമുക്ക് 1440p റെസൊല്യൂഷനിലെ വീഡിയോസ് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 4Kയിലേക്കൊന്നും പോകാൻ പറ്റും. പിന്നെ 1200 ഹെഡ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്, ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേയിൽ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ HyperOS, അതായത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ആൻഡ് 2+4 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. സോ കോമ്പറ്റീഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ഈ ഫോൺ പിന്നിലാണ്. ബട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വൈസ് സെയിം ആണ്. സോഫ്റ്റ്വെയറിലെ ആനിമേഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒട്ടും സ്മൂത്ത് അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് ബ്ലോട്ട്വെയറുകളും പരസ്യങ്ങളും ഉണ്ട്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമൈസേഷൻസും ഉണ്ട്. പക്ഷേ AI ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ കോമ്പറ്റീഷനിൽ പിന്നിലാണ് എഗെയിൻ പോക്കോ. ഇനി പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ MediaTek Dimensity 7025 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 6 നാനോമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യൻസി അത്ര നല്ലതായിരിക്കില്ല. ഈ സെഗ്മെന്റിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് 5 അല്ലെങ്കിൽ 4 നാനോമീറ്ററിന്റെ ചിപ്സെറ്റ് ആണ്. ഒപ്പം 6GB ഓഫ് LPDDR4X റാം ഉണ്ട് ആൻഡ് 128GB ഓഫ് UFS 2.2 സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വരുന്നത് 4,80,000 അറൗണ്ട് ആയിട്ടുള്ള AnTuTu സ്കോർ ആണ്. ഡേ ടു ഡേ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്പം ലാഗ് കാണാൻ സാധിക്കും. പക്ഷെ റാമിലേക്ക് അത് ലോഡായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഡിലേ നമുക്ക് കാണാൻ സാധിക്കില്ല. ഗെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ജസ്റ്റ് 40 FPS മാത്രമാണ് BGMIയിൽ അൺലോക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ആൻഡ് അതും അത്ര സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നില്ല. ഫോണിന്റെ ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ 50+2 മെഗാപിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ മെയിൻ സെൻസർ സോണിയുടെ LYT600 ആണ്. ആൻഡ് OIS-ഉം ഇതിലുണ്ട്. ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഫോർ ദ പ്രൈസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സ് ആണ്. എന്നാൽ ചില ഫോട്ടോസിൽ നമുക്ക് ഒരു വൈറ്റിഷ് ടോൺ കാണാൻ സാധിക്കും. എസ്പെഷ്യലി കൂടുതൽ ലൈറ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും പിന്നീട് നമ്മുടെ പോർട്രേറ്റ് ഷോട്ട്സിലാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ലോ ലൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം ബ്രൈറ്റ് ആണ്. പക്ഷേ ഡേ ലൈറ്റ് ഫോട്ടോസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കുറവാണ്. സെൽഫിയിൽ 20 മെഗാപിക്സൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇഗൈൻ ബാക്ക് സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ കളേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും ഉണ്ട്. വീഡിയോ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് പരമാവധി 1080p 30 FPS വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. അതിൻ്റെ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു വലിയ പോരായ്മയാണ്. കാരണം 10,000 ഫോൺ പോലും ഇന്ന് 4K റെക്കോർഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ന് എല്ലാവരും ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 5G ബാൻഡ്സ് ഉണ്ട്, 5G++ ഉണ്ട്, VoNR അതായത് 5G കോളിങ്ങിന്റെ സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്. പക്ഷേ Wi-Fi 6 അല്ല, Wi-Fi 5 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, NFC ഇല്ല, ഈ പ്രൈസ് സെഗ്മെന്റിൽ കാണാറുമില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. സോ ഭാവിയിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 5000 mAh ബാറ്ററിയാണ് വരുന്നത് വിത്ത് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇൻഡസ്ട്രി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സെഗ്മെന്റിലും നമുക്ക് 6000 mAh ബാറ്ററി കാണാൻ സാധിക്കും. എനിവേസ് ഇവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ആൻഡ് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട്. ഒപ്പം ഡുവൽ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഫൈനലി എനിക്ക് പറയാനുള്ളത് 2000 രൂപ കുറഞ്ഞെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ ആൻ ആവറേജ് ഫോൺ. ബിക്കോസ് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ Vivo T4X, Realme Narzo 70 Turbo, Samsung M35 എല്ലാം തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.